ഗുരുഭ്യോ നമഃ. നവരാത്രിയുടെ 4-ാം ദിവസം ആരാധിക്കുന്ന നവദുർഗാഭാവം ദേവി കൂഷ്മാണ്ഡയുടേതാണ്. കൂഷ്മാണ്ഡ ദേവി തേജസ്സിൻ്റെ അഥവാ സൂര്യൻ്റെ പ്രതീകമാണ്. സിംഹത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന ദേവി സൃഷ്ടി, ഊർജ്ജസ്വലത, പ്രപഞ്ചത്തിൻ്റെ പ്രകാശം എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നു. തൻ്റെ ദിവ്യവും തേജസ്സുറ്റതുമായ പുഞ്ചിരിയിലൂടെയാണ് ദേവി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ദേവി അനാഹത ചക്രത്തിന് ഊർജം നൽകുകയും ജീവിതത്തിൽ സന്തോഷവും വ്യക്തതയും നിറയ്ക്കുകയും ചെയ്യുന്നു. ശ്രീചക്രത്തിലെ 4-ാമത്തെ ആവരണമായ സർവസൗഭാഗ്യദായക ചക്രത്തിലും ദേവിയെ ആരാധിക്കുന്നു. ഹൃദയത്തിൽ പ്രസരിക്കുന്ന സൂര്യനെ പോലെ സൗമ്യമായി പുഞ്ചിരിക്കുന്ന ദേവിയെ ധ്യാനിക്കുന്നതിലൂടെ ആർക്കും ഈ സൃഷ്ടിപരമായ ഊർജം അനുഭവിക്കാൻ കഴിയും. ദേവിയുടെ ഊർജം പ്രകാശവും ഊഷ്മളതയും സൃഷ്ടിപരമായ ശക്തിയും വൈകാരിക സന്തുലിതാവസ്ഥയും നൽകുന്നു. ദേവിയുടെ അനുഗ്രഹങ്ങൾ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനും നല്ല ചിന്തകൾ പ്രസരിപ്പിക്കാനും ഉത്സാഹത്തോടെ മുന്നോട്ട് നയിക്കാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇനി ധ്യാന ശ്ലോകം ചൊല്ലാം. ഉദ്യത്രാത്രീശാനനാം ചന്ദ്രചൂടാം പഞ്ചാസ്യസ്ഥാം ത്രീക്ഷണാം സുപ്രസന്നാം ശകാബ്ജേ പദ്മാസനൈഃ ശോഭിഹസ്താം ശ്രീകൂഷ്മാണ്ഡാം ഹൃത്സരോജേ ഭജേഹം. ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ ശോഭയുള്ള മുഖത്തോടു കൂടിയവളും ശിരസിൽ ചന്ദ്രനെ അണിഞ്ഞവളും 5 മുഖങ്ങളും 3 കണ്ണുകളുമുള്ളവളും എപ്പോഴും പ്രസന്നവദനയും താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള സിംഹാസനത്തിൽ ഭംഗിയോടെ വിരാജിക്കുന്നവളും ശോഭയുള്ള കൈകളോടു കൂടിയവളുമായ ശ്രീ കൂഷ്മാണ്ഡാദേവിയെ എൻ്റെ ഹൃദയമാകുന്ന താമരപ്പൂവിൽ ഞാൻ ആരാധിക്കുന്നു. ഈ ശ്ലോകത്തിലെ ഉദ്യത് രാത്രീശാനനാം എന്ന വാക്കിലെ അലങ്കാരം നോക്കാം. ഇവിടെ ഉദ്യത് രാത്രീശാനനാം, അതായത് ഉദിച്ചുയരുന്ന രാത്രിയുടെ ഈശ്വരൻ, നാഥൻ എന്നതിലൂടെ രാത്രിയുടെ നാഥനായ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത്. ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ ശോഭയുള്ള മുഖത്തോടു കൂടിയവളാണ് ദേവിയെന്ന് സാരം. കൂഷ്മാണ്ഡാദേവിയുടെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ശിരസ് നമിക്കാം. സർവേ ജനഃ സുഖിനോ ഭവന്തു, സമസ്ത സന്മംഗളാനി ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.